ഫ്രണ്ട്സ്, എല്ലാവർക്കും മന്നാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അതിൻ്റെ കാരണം നമ്മൾ നോയമ്പ് തുറക്കുന്നൊക്കെ സമയമാണ്. എല്ലാവരും സ്നാക്ക് റെസിപ്പീസ് ഉണ്ടാക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ഏതൊക്കെ ഉണ്ടാക്കണമെന്നുള്ള വിചാരത്തിലായിരിക്കും. ചിലത് സക്സസ് ആവുമോ എന്നുള്ള മടി കാരണം ഉണ്ടാക്കാതിരിക്കുന്നവർ പലരുണ്ട്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കി സക്സസ് ആയ ഒരു റെസിപ്പിയാണ് ചട്ടിപ്പത്തിരി. അപ്പോൾ അത് എളുപ്പത്തിന് നമുക്ക് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമേ ഫില്ലിംഗ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള അളവിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സവാള കൊത്തി അരിഞ്ഞത്, ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് പതുക്കെ വഴറ്റിയെടുക്കാം. വേഗം വഴറ്റി കിട്ടാൻ വേണ്ടി സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള പകുതി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ തക്കാളിയും കൊത്തരിഞ്ഞത്, 2-3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഈ 3 ഐറ്റംസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കാശ്മീർ ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ ഇടാൻ മറന്നു ഇതാണ്. അത് 1 ടീസ്പൂൺ മതി. അതുകൂടി ഇട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ്. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, തീരെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ 1/2 ടീസ്പൂണൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ ചിക്കൻ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. എന്നിട്ടത് ഞാൻ ഇതുപോലെ ഇങ്ങനെ കിള്ളി എടുത്തിരിക്കുകയാണ് ദശ. നിങ്ങൾക്ക് അതെല്ലാം മിക്സിയിലിട്ട് എടുക്കണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പച്ചമുളക് ചിലർക്ക് കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റാക്കി ഇടുന്നത് എന്താകൊണ്ട് നമുക്ക് കടിക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ അത് അങ്ങനെ ഇട്ടത്. പച്ചമുളക് ഒഴിവാക്കാം. ഞാൻ 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അത് കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും മിക്സ് ചെയ്ത ശേഷം ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കാം. അതുകൂടാതെ ഞാൻ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഞാൻ ആ ചിക്കൻ വേവിച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചേക്കുന്നത്, ചിക്കൻ്റെ സ്റ്റോക്ക് തന്നെ. വെള്ളവും ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ കറക്റ്റാണോ നോക്കുക. എരിവ് കുറവുണ്ട, ഉപ്പ് കുറവുണ്ട, എല്ലാം നോക്കണം. എല്ലാം ഇനി കുറവാണെങ്കിൽ അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം. നമുക്കിതൊന്ന് മസാലയിൽ തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ചിക്കനിലേക്ക് മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ മല്ലിപ്പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയും മല്ലിയില അതൊക്കെ നമുക്കിടാം. അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഫില്ലിങ് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന രീതി ഇതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ആറാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇപ്പോൾ ചിക്കൻ്റെ ഇത് ഫില്ലിങ് ആറുന്ന സമയം കൊണ്ട് നമുക്ക് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മൈദ നമ്മളിതിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല നമ്മൾ നോർമലി നമ്മൾ എടുക്കൂലേ
അപ്പത്തിന് ദോശയ്ക്കൊക്കെയുള്ള മാവിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സി യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്കൊരു 1.25 കപ്പോളം നമുക്ക് വെള്ളം ഇതിന് വേണ്ടി വരും. കട്ടിയില്ലാതെ നമുക്ക് ഈ മിക്സിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 1.25 കപ്പ് വെള്ളത്തോളം നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 1.5 കപ്പ് മൈദപ്പൊടിക്ക്. അപ്പോൾ കണ്ടോ, ഇതേപോലെ ലൂസ് ബാറ്ററായിട്ട് നമുക്ക് എടുക്കണം. ഇനി നമ്മളിതൊന്ന് ചുട്ടെടുക്കണം. നമുക്ക് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള പത്തിരി. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ദോശത്തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായ ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ എപ്പോഴും വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. അപ്പോൾ ഒരു കയ്യിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും കണ്ടോ ഇതുപോലെ വിട്ടുവരും. അപ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിന്നായിട്ട് നമുക്ക് ഓരോ പത്തിരി ചുട്ടെടുക്കാം. ഇനി നമുക്കിത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ പത്തിരി ചുട്ടിട്ടുണ്ട്. ഞാനൊരു 7 പത്തിരി ഉണ്ടോ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്നത്. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്കൊരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം 5 മുട്ട നമ്മളിതിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലുള്ള ചട്ടി ഏതാണെന്ന് ഓർത്ത് അത് ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് താഴെ കുറച്ച് തേച്ച് കൊടുക്കാം. ഓയിൽ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന ഓരോ പത്തിരിയില്ലേ അത് ഫസ്റ്റ് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക. എടുത്തിട്ട് നമ്മൾ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുട്ടയും പാലും അതിലേക്കൊന്ന് പതുക്കെ മുക്കുക. ഇതുപോലെ മുക്കിയിട്ട് അത് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ വയ്ക്കാം. വെച്ച ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിംഗ് ഇല്ലേ ചിക്കൻ ഫില്ലിങ്, ആ ഫില്ലിങ് നമ്മൾ ഇതിനെ മേലെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് ഇടാം, അപ്പോഴാണ് ടേസ്റ്റ് വരാം. നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതേപോലെ തന്നെ അടുത്ത പത്തിരി എടുക്കാം. 2 കൊണ്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതിനുശേഷം ഈ മുട്ടയുടെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം. മുക്കിയ ശേഷം ഇതിൻ്റെ മേലെ അടുത്ത ലെയറും ഇതുപോലെ വിരിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഫില്ലിങ് ഇടാം. അങ്ങനെ ഓരോരോ ലെയറായിട്ട് ഇടാം. നമുക്ക് മൊത്തം 7 ലെയറായിരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇടാം. ഇപ്പോൾ ലാസ്റ്റത്തെ ഫില്ലിങ് നമ്മൾ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 6ാമത്തെ ലെയറാണ് ഞാനിപ്പോൾ പത്തിരിയുടെ ഇത് വയ്ക്കാൻ പോണത്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ മസാലയുടെ ഇത് ഫില്ലിങ് തീർന്നു, കറക്റ്റായി. ഇപ്പം ലാസ്റ്റത്തെ ലെയർ ഞാൻ ഇതുപോലെ ഒഴിച്ചു. ഇനി നമ്മൾ എന്താ വെച്ചാൽ ബാക്കി വരുന്ന ആ മുട്ടയുടെ മിക്സിയിൽ അത് നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം, സൈഡിലൊക്കെ. അപ്പോൾ അത് മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ചു വെക്കണം. ഇത് അടച്ചു വെച്ച് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 15 മിനിറ്റ്
15 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാൻ എടുക്കാം, അതിലേക്ക് നമുക്കൊന്ന് മറിക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സൈഡും കൂടെ ഒന്ന് ഇതുപോലെ വേറൊരു പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് ഇതേപോലെ നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, കൂടി ഒന്ന് 5 മിനിറ്റ്, 2-5 മിനിറ്റിനുള്ളിൽ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ടെന്ന് തോന്നുന്നു. നമുക്കിത് കട്ട് ചെയ്ത് കൂടെ നോക്കാം. നല്ല സോഫ്റ്റും ആണ് കേട്ടോ. കണ്ടോ, കട്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ ലെയർ നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. Make it happen with some work and belief. Know what I want, so I'll take it on. I've made mistakes, but mistakes make you strong. Let's break it down for a minute. I want the crown, I'm gon' get it. You hear me loud, man, I'm winning. Yeah, Charlie Sheen will be great. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല സൂപ്പർ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാതെ മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, സക്സസ് ആവുമെന്ന് പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് നിങ്ങളുടെ ഇടണം. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ കൊടുത്തത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. To see if I believe they're looking up to me.